നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗം. ഇവിടെ ഭഗവാൻ ഇതുവരെ പറഞ്ഞ ജ്ഞാനയോഗവും കർമ്മസന്യാസയോഗം, ജ്ഞാനയോഗം, അതുപോലെ കർമ്മയോഗം, സ്വധർമ്മങ്ങൾ കർമ്മയോഗത്തോട് അനുഷ്ഠിക്കുന്നത്. ഇത് രണ്ടിലും തനിക്ക്, അല്ലെങ്കിൽ ഇതിലേതാണ് രണ്ടിലും ശ്രേയസ്കരമായിരിക്കുന്നത് അത് എനിക്ക് ഏകമായി പറഞ്ഞു തന്നാലും, അത് ഒറ്റയ്ക്കായിട്ട് പറഞ്ഞു തന്നാലും എന്ന്. അപ്പോൾ ഒരു സംശയം അർജുനൻ ഉണ്ടാവുകയാണ്. ഇത് രണ്ടിൻ്റെയും വേറെ വേറെ അധികാരികൾ ചെയ്യുന്നതുകൊണ്ട് ഇത് രണ്ടും വേറെ വേറെയാണെന്നിരിക്കെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലം ഒന്നായിരിക്കുമോ, ഏതായിരിക്കും എനിക്ക് അതിന് ശ്രേയസ്കരമായിരിക്കുക എന്നൊരു സംശയം. ഭഗവാൻ അവിടെ പറയുകയുണ്ടായി, ഇത് രണ്ടും വേറെ അധികാരികൾക്കാണെങ്കിലും ഇത് രണ്ടിൻ്റെയും ഫലം ഒന്നാണ്. ഇത് രണ്ടിനെയും വേറെ വേറെയായിട്ട് വിവേകമില്ലാത്തവർ, ബാലന്മാരാണ് കാണുന്നത്. ബാലന്മാർ എന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്തവർ, വിവരമില്ലാത്തവരാണ് ഇത് രണ്ടിനെയും വേറെയായിട്ട്, ഇതിൻ്റെ ഫലത്തെ രണ്ടിനെയും വേറെയായി കാണുന്നത്. ഇത് രണ്ടിനെയും ശരിയായിട്ട് ഏതെങ്കിലും ഒന്നിനെ ശരിയായി അനുവർത്തിച്ചു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഫലം ഒന്നായിരിക്കെ ആ ഫലത്തെ, ശ്രേയസ്കരമായ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയുകയുണ്ടായി. അപ്പം ഇവിടെ വേറൊന്ന് പറഞ്ഞു, ഇവിടെ ഈ കർമ്മയോഗത്തെ വിശിഷ്ടമാണ് കർമ്മസന്യാസത്തേക്കാൾ. കാരണം ഇത് ഏവർക്കും സാധ്യമല്ല. കർമ്മസന്യാസം എന്നുള്ളത് ചിത്തശുദ്ധി പൂർണ്ണമാകാത്തിടത്തോളം കാലം കർമ്മങ്ങളെയെല്ലാം ത്യജിക്കുന്നത് ശരീരയാത്രയ്ക്ക് മാത്രമായി ഇന്ന് ജ്ഞാനസാധനയിലേക്ക് നീങ്ങാൻ സാധ്യമല്ല എന്ന്. നൈഷ്കർമ്മ്യസിദ്ധി കർമ്മയോഗം കൊണ്ടേ സാധ്യമാവും. കാരണം അവിടെ ചിത്തശുദ്ധി പ്രാപ്യമായിട്ടേ ജ്ഞാനം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കർമ്മയോഗത്തെ വിശിഷ്ടമാണെന്ന് ഭഗവാൻ ഇവിടെ പറയുകയുണ്ടായി. അതുപോലെ യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുറുവന്നപി ന ലിപ്യതേ. അവിടെ വിശുദ്ധാത്മാവാണ്, വിജിതാത്മാവാണ്, ജിതേന്ദ്രിയനാണ്, ഇന്ദ്രിയങ്ങളെല്ലാം ജയിച്ചാണ്, സർവഭൂതാത്മഭൂതാത്മാ, സർവത്തിലും ആ സർവാത്മഭാവത്തെ അറിയുന്നവരാണ്. അപ്പോൾ അവൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും കായേന വാച മനസ എങ്ങനെ കർമ്മം ചെയ്താലും ആ കർമ്മങ്ങളൊന്നും അവനെ ബന്ധിക്കുന്നില്ല, അവനിൽ കർമ്മങ്ങളില്ല. അപ്പോൾ അവിടെ എങ്ങനെ നൈവ കിഞ്ചിത് കരോമീതി യുക്ത മന്യേത തത്വവിത് അവിടെ എങ്ങനെ ഞാനൊന്നും ചെയ്യുന്നില്ല, ഒരു കർത്തവ്യവും എന്നിലില്ല, ഒരു ഫലവും എന്നിൽ എത്തിച്ചേരുന്നില്ല, കർമ്മവും എന്നിലില്ല എന്ന് തീർത്തും ആ ജ്ഞാനത്തിൽ ബോധിക്കുന്നു. അങ്ങനെ കർമ്മശുദ്ധി അല്ലെങ്കിൽ കർമ്മബന്ധനത്തിൽ നിന്നും മുക്തനാകുന്നു എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം. അപ്പം അങ്ങനെ ഇതിൽ നിന്ന് കൂടാതെ അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേ ന സപാപേന പത്മപത്രമിവാംബസ. എങ്ങനെ പത്മപത്രം എവിടെ? താമരയില പോലെ, പത്മപത്രം പോലെ. എവിടെയുള്ളത്? അംബസ, വെള്ളം കൊണ്ട് താമരയില നനയാത്തതുപോലെ പാപേന നലിപ്യതേ, പാപം കൊണ്ട് ലിപ്തമാകുന്നില്ല. അപ്പോൾ വെള്ളം നനയുന്നില്ലല്ലോ, വെള്ളം കൊണ്ട് താമരയില നനയുന്നില്ല ഒരിക്കലും. വെള്ളം മുകളിലൂടെ അത് ഒഴുകിപ്പോകുന്നു, അത് നനയുന്നില്ല. എന്ന പോലെ പാപങ്ങളൊന്നും, പാപം വെച്ചാൽ അവിടെ പുണ്യവും, രണ്ടും ഇവിടെ തത്വജ്ഞനെ ലിപ്തനാക്കുന്നില്ല, അല്ലെങ്കിൽ അവന് പുണ്യപാപങ്ങൾ ഏൽക്കുന്നില്ല. എങ്ങനെ? യഹ കർമാണി ബ്രഹ്മണി ആദായ, എല്ലാം ബ്രഹ്മണി ആദായ, ഈശ്വരനിൽ സമർപ്പണം ചെയ്ത് യഹ കർമാണി സംഘം ത്യക്ത്വ കരോധി, സംഘം ത്യക്ത്വ, ആസക്തിയെ വിട്ട്. എന്തിനോടുള്ള ആസക്തി? ഫല ഇച്ഛ. അപ്പോൾ ഫലത്തോട്, ഏത് കർമ്മത്തിന് ഫലങ്ങളുണ്ട്, അപ്പോൾ ആ ഫലങ്ങളെല്ലാം എൻ്റെ ഇച്ഛയ്ക്കല്ല, അതെല്ലാം ഈശ്വര ഇച്ഛയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് സ്വന്തം കർമ്മം പോലും അതിന് കർമ്മഫലത്തിന് ഹേതുവാകാതെ ചെയ്യുന്ന കർമ്മവും ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ട് നിസ്സംഗമായി ആരങ്ങനെ ചെയ്യുന്നുവോ, ആത്മതത്വത്തിൽ ആത്മഭാവനയിൽ ചെയ്യുന്നുവോ, അവ താമരയില പോലെ, വെള്ളം താമരയിലയിൽ എന്ന പോലെ പാപങ്ങളൊന്നും ഏൽക്കാതെ ശുദ്ധനായിരിക്കുന്നു എന്ന് ഇവിടെ പറയുകയാണ്. അപ്പോൾ തത്വജ്ഞാനിയുടെ ആ നില, അല്ലെങ്കിൽ കർമ്മയോഗത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് ഭഗവാൻ ഇവിടെ പറയുകയാണ്. കർമ്മയോഗത്തിലൂടെ അങ്ങനെ പാപവിമുക്തനാവുന്നു, കർമ്മബന്ധ വിമുക്തനാകുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന്. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരവി
യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. സംഗം ത്യക്ത്വാ ആത്മശുദ്ധയെ കർമ്മ കുർവന്തി യോഗിനഃ. യോഗികള് കർമ്മത്തെ ചെയ്യുന്നു എങ്ങനെ? സംഗം ത്യക്ത്വ ആത്മശുദ്ധയെ, ആത്മശുദ്ധിക്കായിട്ട്, മനഃശുദ്ധി ചിത്തശുദ്ധിക്കായിക്കൊണ്ട് സംഗം ത്യക്ത്വ കർമ്മഫലത്തെ ത്യജിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കർമ്മഫലത്തിൽ ആസക്തനാകാതെ, സംഘം വെക്കാതെ കർമ്മത്തെ ചെയ്യുന്നു. സ്വന്തം ധർമ്മത്തിന് കർത്തവ്യമായ ധർമ്മത്തെ ചെയ്തുകൊണ്ട്, ഈശ്വരാർപ്പണം ചെയ്തുകൊണ്ട് ആത്മശുദ്ധിക്കായിട്ട്, മനോശുദ്ധിക്കായിട്ട്, അല്ലെങ്കിൽ ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു. എങ്ങനെ? കായേന മനസാ ബുദ്ധ്യ കേവലൈഹി ഇന്ദ്രിയൈരപി. കായേന മനസാ ബുദ്ധ്യ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാം കർമ്മം ചെയ്യുന്നുണ്ട് കർമ്മയോഗി. തൻ്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നുണ്ട്. കർമ്മത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയല്ല ചെയ്യുന്നത്. ധർമ്മമായ കർമ്മത്തെ, നിഹിതമായ കർമ്മത്തെ അനുസരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവിടെ കർമ്മയോഗപരമായി ചെയ്തുകൊണ്ട് കേവലഹി ഇന്ദ്രിയഹി അഭി, അഭിമാനങ്ങളില്ലാത്ത ഇന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മത്തെ ചെയ്യുന്നു. കേവലൈഹി ഇന്ദ്രിയഹി അഭി കർമ്മ കുർവന്തി. അപ്പോൾ അവിടെ എന്താണ് അഭിമാനം? കേവലൈഹി എന്ന് പറയുന്നത് ഈശ്വരായ കർമ്മ കുർവന്തി മമ ഫലായ ഇതി മമത്വ ബുദ്ധി ശൂന്യൈഹി. എൻ്റെ ഫലത്തിനായിക്കൊണ്ടല്ല, ഇത് ഭഗവത് അർപ്പണമായിട്ട് അല്ലെങ്കിൽ ഈശ്വരാർത്ഥമായിട്ടാണ് കർമ്മത്തെ ചെയ്യുന്നത്. ഇതിൻ്റെ ഫലത്തിന്, എൻ്റെ ഫലത്തിന് വേണ്ടിയല്ല എന്ന്, അങ്ങനെയുള്ള ആ ഭാവത്തിൽ തന്നിൽ ഇത് യാതൊന്നും ഈ കർമ്മങ്ങളില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത് ഈശ്വരാർപ്പണമായി ചെയ്യണമെന്ന് സ്വധർമ്മത്തെ അറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് ചിത്തശുദ്ധിയെ, അല്ലെങ്കിൽ രാഗദ്വേഷങ്ങളെല്ലാം അകന്ന് മനഃശുദ്ധിയെ പ്രാപിക്കുന്നു. അവിടെ ആത്മബോധം ഉറയ്ക്കുന്നു എന്ന് ഭഗവാൻ പറയണം. അതാണ് കർമ്മയോഗിയുടെ കർമ്മത്തിൻ്റെ ഫലം. അപ്പം പിന്നെ അങ്ങനെ പരമ്പരയാ ചിത്തശുദ്ധി മാത്രമല്ല, ചിത്തശുദ്ധിയിലൂടെ വേറെന്ത് കിട്ടും? യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിം ആപ്നോതി നൈഷ്ഠികീം അയുക്തഃ കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. യുക്തഃ, ആരാണ് യുക്തൻ? ഈശ്വരായ കർമാണി ന മമ ഫലായ ഇതി സമാഹിതഃ സൻ, അതാണ് യുക്തൻ. ഈശ്വരനാ വേണ്ടിയിട്ടാണ്, ഈശ്വരനായിക്കൊണ്ടാണ് കർമ്മങ്ങളെല്ലാം, എൻ്റെ ഫലത്തിനല്ല, അതിൽ എനിക്കൊന്നും കിട്ടാനല്ല എന്ന് സമാഹിത ചിത്തനായിരിക്കുന്നവനാണ് യുക്തൻ. അതായത് മനസ്സ് ഈശ്വരനിൽ നിലനിർത്തിയവൻ. എല്ലാം ഈശ്വരാർപ്പണമാണ്, കർമ്മവും കർമ്മഫലവും എല്ലാം. അപ്പം അങ്ങനെ കർമ്മഫലത്തെ ത്യക്ത്വ, കർമ്മഫലത്തെ വിട്ടിട്ട് നൈഷ്ഠികീം ശാന്തിയും ആപ്നോതി, നിലയുറച്ച നൈഷ്ഠികീം ശാന്തിയെ പ്രാപിക്കുന്നു. അതെന്താ ശാന്തി? മുക്തി, ആത്യന്തികമായ ദുഃഖ നിവൃത്തി, മുക്തി, മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പോൾ അയുക്ത, ഈശ്വരനിൽ ചിത്തം ഉറപ്പിക്കാത്തവനോ, അല്ലെങ്കിൽ ഈ കാമകർമ്മങ്ങളിലേക്ക് മാത്രം പോകുന്നവനോ, ഈശ്വരാർപ്പണം ചെയ്യാതെ തൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ആത്മീയതയായാലും ലൗകികതയായാലും എല്ലാം തൻ്റെ കാമപൂർത്തിക്കായിക്കൊണ്ട് ചെയ്യുമ്പോൾ, എല്ലാം അത് ആത്മീയതയുടെ പേരിലായാലും എല്ലാം കാമപൂർത്തിക്കായിട്ട് ഈശ്വരനെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ ലൗകികമായ സുഖത്തിൽ അതിലെ വിരാജിക്കുമ്പോൾ, കാമകാരേണ ഫലേ സക്തഃ നിബധ്യതേ. കാമത്തിനനുസരിച്ച്, ഈ വിവേചന ബുദ്ധി ഇല്ലാതെ ഈ കാമത്തിനനുസരിച്ച്, കാമകാരേണ, കാമം കൊണ്ടുള്ള കാരണം കൊണ്ട്, ഫലേ സക്തഃ, കർമ്മഫലത്തിൽ ആസക്തനായിട്ട്, നിബധ്യതേ, ബന്ധിക്കുന്നു. അപ്പം നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചാലും ഫലബുദ്ധിയോടുകൂടി നമ്മൾ ഈശ്വരനോട് എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട്, സിദ്ധിക്കായിട്ട്, അതാണല്ലോ ഇപ്പോൾ എല്ലാവിടെയും നടക്കുന്നത്. ഫലങ്ങൾ ഇച്ഛിച്ചുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടണം, അതിലൂടെ ഈശ്വര പ്രസാദമെങ്കിലും കിട്ടണം. മോക്ഷം പോലും കാക്ഷിക്കരുതെന്നാണ് പറയുന്നത്. ചിത്തശുദ്ധി പോലും കാക്ഷിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം അത് കാക്ഷിക്കുന്നതുകൊണ്ടല്ല കിട്ടുന്നത്. അതുകൊണ്ട് ഒരു കാംക്ഷയും ഒരു ആഗ്രഹവും ഒരാസക്തിയും വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ആത്മീയതയിലെയും ലൗകിക രാമന്മാരൊക്കെ എന്താ ചെയ്യുന്നത്? ലൗകികതയിലൊക്കെ എന്തെങ്കിലും തനിക്ക് കിട്ടണം, ഫലങ്ങളില്ലാതെ ഒരു കർമ്മത്തെയും ചെയ്യില്ല. എന്തെങ്കിലും കിട്ടാനായിക്കൊണ്ടാണ്. അപ്പോൾ ഇന്നത് ചെയ്താൽ ഇന്ന ഫലം, അതിനായിക്കൊണ്ട് ഇന്ന വഴിപാട്, അല്ലെങ്കിൽ ഇന്ന കർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന പൂജ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ, ഇന്ന പഠിത്തമായാലും ജോലിയായാലും അതൊക്കെ ചെയ്തുകൊണ്ട് കാമത്തിനനുസരിച്ച് അത് ഇച്ഛിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ജീവിക്കാനനുസരിച്ച് ഒരു ജോലി ചെയ്യുന്നു, അതിനെ ഇപ്പോൾ കാമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫലത്തെ ഒന്നും അറിഞ്ഞാൽ മതി, ഈ ജോലിക്ക് ഇന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത് നമ്മുടെ അധികാരമാണ്, അത് ശരിയാണ്, അതങ്ങനെയാണ് നമ്മുടെ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ശമ്പളം കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഫലം കിട്ടുന്നു. അപ്പോൾ അതിലൊന്നും ഇച്ഛിക്കുന്നില്ല. ഈവൻ അത് കിട്ടിയില്ലെങ്കിൽ പോലും ഒരു ഫലത്തെ ഒരാൾ
ശരിയായിട്ട് ഒരു ജോലി ചെയ്തു, അവൻ അതിന് കൊടുക്കേണ്ട കൂലി തന്നില്ലെങ്കിൽ അതിനെതിരെ ഒരു സമരം പോലും സംഘടിപ്പിക്കാം ഒരു കർമ്മയോഗിക്ക്. പക്ഷെ അതൊന്നും ഇച്ഛ കൊണ്ടല്ല, അറിവ് കൊണ്ടാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇച്ഛയും അറിവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാൻ പറ്റുമോ ചോദിക്കും, ചെയ്യാം. അവിടെ അറിവ് മതി. എന്തിൻ്റെ അറിവ്? അപ്പം നമുക്ക് ഇച്ഛയില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല, പിന്നെ എന്താണ് എൻ്റെ ധർമ്മം, അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ധർമ്മത്തിനനുസരിച്ച് എൻ്റെ ശരീരത്തെ നിലനിർത്തണം, എൻ്റെ കുടുംബത്തെ നിലനിർത്തണം, ദേശത്തിന് നിലനിർത്തണം. ദേശത്തിനോട് എനിക്ക് ഒരു ധർമ്മമുണ്ട്, രാജ്യത്തോടുണ്ട്, എല്ലാം ഉണ്ട് ധർമ്മങ്ങൾ, എൻ്റെ ശരീരത്തോടും ഉണ്ട്. അപ്പോൾ ആ ധർമ്മം നിലനിർത്താനായിക്കൊണ്ട് ഞാൻ ധർമ്മം ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലത്തെ ഞാൻ ഇച്ഛിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഫലം ഇന്നതാണ് എന്നുള്ളത് എനിക്കറിയാം. ഇപ്പോൾ ഭക്ഷണം കഴിക്കണം, അപ്പോൾ അതിന് ചോറുണ്ടാക്കേണ്ട വിധങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. അതിനെ ആഗ്രഹിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടണം, അതിനായിട്ട് നമ്മൾ പ്രയത്നിക്കും, അല്ലേ? അത് കിട്ടിയില്ലെങ്കിൽ അത് ദുഃഖമായി, കിട്ടിയാലോ അതിൽ തന്നെ ദോഷങ്ങൾ ഫലങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും വീണ്ടും ദുഃഖം, അല്ലെങ്കിൽ അത് നിലനിർത്താൻ എപ്പോഴും അത് തന്നെ വേണം, അതിന് ഹാബിറ്റാവും അത്. അങ്ങനത്തെ ഭക്ഷണങ്ങളെല്ലാം നാക്കിന് രുചിയുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. രുചി വേണ്ടാന്നല്ല, പക്ഷേ നമ്മുടെ അറിവ് എന്തിനാണ്? നമ്മുടെ വിശപ്പ് തീരുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിശപ്പ് തീർക്കാനായിട്ട് ഭക്ഷണം എന്നുള്ളതേ നമ്മൾ കാണുള്ളൂ. ഭക്ഷണത്തിനായി ജീവിക്കില്ല, വിശപ്പിനെ തീർക്കാനായി ഭക്ഷണത്തിന് പോകും. അപ്പോൾ അങ്ങനെ ധർമ്മത്തെ പാലിച്ചുകൊണ്ട്, അവിടെ ആഗ്രഹങ്ങളൊന്നുമല്ല, അറിവ് കൊണ്ടാണ് കർമ്മത്തെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റും എല്ലാ കർമ്മങ്ങളും. അത് സ്വാർത്ഥത ഇല്ലാതിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ ചിത്തശുദ്ധി വരുന്നത്. അതാണ് ഈ ഇച്ഛിക്കണ്ട എന്ന് പറയുന്ന കർമ്മഫലത്തെ ഇച്ഛിക്കണ്ട പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്, ആ ചിത്തശുദ്ധിക്കായിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാർത്ഥ ബുദ്ധി, അല്ലെങ്കിൽ ഈ രാഗദ്വേഷങ്ങൾ, രാഗവും ദ്വേഷവും, ഒന്നിനോട് ഇഷ്ടം ഒന്നിനോട് ഇഷ്ടമില്ലായ്മ, അങ്ങനെ യാതൊന്നുമില്ല. ധർമ്മം എന്തോ അത് അനുഷ്ഠിക്കുക, അത് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ അത് വന്നു ചേരും, അത് വന്നു ചേരേണ്ടതാണ്, അത് ചേരും. അതിലൊന്നും ഇച്ഛിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കർമ്മയോഗി എന്തിനെ? ശാന്തിയെ നൈഷ്ഠികയും ശാന്തിയും ആപ്നോതി. അങ്ങനെ അല്ലാത്തവനോ, അത് ആത്മീയതയിലായാലും ലൗകികതയായാലും കാമപൂർത്തിക്കായി ചെയ്യുമ്പോൾ, കാമങ്ങൾക്ക് ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടാനായിക്കൊണ്ട് ചെയ്യുമ്പോൾ അത് ധർമ്മമല്ല. ധർമ്മമാണെന്ന് അത് അവിദ്യ കൊണ്ടാണ് തോന്നുന്നത് നമ്മളെ. അപ്പോൾ അത് അവിദ്യാ കാര്യങ്ങളാണ്. സ്വാർത്ഥ ചിന്തയ്ക്ക് ആക്കം കൂട്ടുന്ന, ആ സ്വാർത്ഥതയാകുന്ന അഗ്നിയിലേക്ക് നെയ്യൊഴിക്കുന്നത്, അതിനെ ആളിക്കത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാഗദ്വേഷങ്ങളെ കൂടുതൽ വളർത്തുന്ന, കർമ്മബന്ധനങ്ങളിലേക്ക് കൂടുതൽ പെട്ടുപോകുന്ന ആ കർമ്മങ്ങളിൽ എന്താകുന്നു? നിബദ്ധ്യതേ, അങ്ങനെ ബന്ധിക്കപ്പെടുന്നു. ആ കർമ്മഫലത്തിൽ ആസക്തനായിട്ട് കർമ്മങ്ങളിലും കർമ്മഫലത്തിലും എല്ലാം ബന്ധനായി പുണ്യപാപങ്ങൾ ആർജിച്ചുകൊണ്ട്, പുണ്യവും പാപവും രണ്ടും കിട്ടും. സത്കർമ്മങ്ങളുടെ പുണ്യവും ദുഷ്കർമ്മങ്ങളുടെ പാപവും, ഇത് രണ്ടും കൂടി ചേർന്നതാണ് കർമ്മങ്ങൾ. അപ്പോൾ അത് രണ്ടും ഉണ്ട്. അത് രണ്ടിനോടും ബന്ധനായി ആ കർമ്മബന്ധനത്തിൽ നിന്നും മുക്തനാകാതെ, പരമമായ ശാന്തിയെ ലഭിക്കാതെ അവൻ അധപ്പതിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ട് താഴേക്ക് പോകുന്നു എന്ന് ഇവിടെ ഭഗവാൻ എടുത്തെടുത്ത് പറയുകയാണ്. തുടർന്ന് കർമ്മസന്യാസത്തെ, യഥാർത്ഥ ജ്ഞാനിയുടെ സ്ഥിതിയെക്കുറിച്ചാണ് അടുത്ത ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ഉദ്ധരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ചെറു വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. നമസ്കാരം.